നമസ്കാരം KCN വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണത്തിനെതിരെ കാസർഗോട്ടും പ്രതിഷേധം ശക്തം. ജില്ലയിലെ വിവിധയിടങ്ങളിലെ ഡ്രൈവിംഗ് ടെസ്റ്റ് ഗ്രൗണ്ടുകളിൽ പ്രതിഷേധ പ്രകടനം നടത്തി. കരിദിനവും ആചരിച്ചു. കാസർഗോഡ് ഗ്രൗണ്ടിൽ COVID-19 മൂലമെന്ന വിചിത്ര കാരണം പറഞ്ഞ് ഡ്രൈവിംഗ് ടെസ്റ്റുകൾ അനിശ്ചിതകാലത്തേക്ക് നിർത്തിവെച്ചതിൽ വിശദീകരണവുമായി RTO. SMS വന്നത് സാങ്കേതിക പിഴവെന്നാണ് വിശദീകരണം. പയ്യന്നൂർ കാനായി മണിയറയിൽ കോൺഗ്രസ് പ്രവർത്തകനായ കോളേജ് അധ്യാപകന് നേരെ അക്രമം. മണിയറ സ്വദേശി P. രജിത് കുമാറിനെയാണ് കഴിഞ്ഞ ദിവസം രാത്രി ഒരു സംഘം മർദ്ദിച്ചത്. തളങ്കര സ്കൂളിലെ NSS യൂണിറ്റ് PTA സഹായത്തോടെ കൃഷി ചെയ്ത ഫലവർഗ്ഗങ്ങളും പച്ചക്കറികളും വിൽപ്പന നടത്തി. ജൈവ രീതിയിൽ കൃഷി ചെയ്ത പഴങ്ങളും പച്ചക്കറികളുമാണ് വിപണനം നടത്തിയത്. മുസ്ലിം ലീഗ് തൃക്കരിപ്പൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള ഹജ്ജ് സെൽ വർഷങ്ങളായി നടത്തിവരുന്ന ഹജ്ജ് ക്യാമ്പ് മെയ് 4 നടക്കും. കല്ലട്ര മാഹിൻ ഹാജി ഉദ്ഘാടനം ചെയ്യും. മഞ്ചേശ്വരം ഗ്രാമപഞ്ചായത്തിലെ തീരപ്രദേശങ്ങളിൽ ശുചീകരണം നടന്നു. ജനപ്രതിനിധികൾ, സംഘടനാ പ്രതിനിധികൾ തുടങ്ങിയവർ നേതൃത്വം നൽകി. വാർത്തകൾ വിശദമായി. ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണത്തിനെതിരെ കാസർഗോട്ടും പ്രതിഷേധം ശക്തം. ജില്ലയിലെ വിവിധയിടങ്ങളിലെ ഡ്രൈവിംഗ് ടെസ്റ്റ് ഗ്രൗണ്ടുകളിൽ പ്രതിഷേധ പ്രകടനം നടത്തി. കരിദിനവും ആചരിച്ചു. ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണത്തിനെതിരെ കാസർഗോട്ടും പ്രതിഷേധം ശക്തം. കാസർഗോഡ്, കാഞ്ഞങ്ങാട്, വെള്ളരിക്കുണ്ട് എന്നീ ജില്ലയിലെ ഡ്രൈവിംഗ് ടെസ്റ്റ് ഗ്രൗണ്ടുകളിൽ ശക്തമായ പ്രതിഷേധം നടന്നു. CITU, സ്വതന്ത്ര തൊഴിലാളി യൂണിയൻ, ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ, ജീവനക്കാർ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം. ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണത്തിൽ പ്രതിഷേധിച്ച് കരിദിനവും ആചരിച്ചു. പ്രതിഷേധ പ്രകടനവും നടന്നു. കാസർഗോഡ് ടെസ്റ്റ് ഗ്രൗണ്ടിൽ CITUവിൻ്റെയും സ്വതന്ത്ര തൊഴിലാളി യൂണിയന്റെയും നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം. ഗ്രൗണ്ടിൽ പ്ലക്കാർഡുകളേന്തി പ്രതിഷേധക്കാർ അണിനിരന്നു. കാഞ്ഞങ്ങാട്ടെ ടെസ്റ്റ് ഗ്രൗണ്ടിൽ CITUവിന്റെ നേതൃത്വത്തിലായിരുന്നു സമരം. നമ്മൾ പരിഷ്കാരത്തിനെതിരല്ല, പക്ഷെ അത് കൃത്യമായ ഒരു ടെസ്റ്റിൻ്റെ ഒരു ടെസ്റ്റ് ഗ്രൗണ്ടൊന്നും തയ്യാറാക്കാതെ നമ്മളെ ഉദ്യോഗാർത്ഥികളെ ബുദ്ധിമുട്ടാക്കുന്ന രീതിയിലാണ് ഒരു പരിഷ്കരിച്ച രീതിയിലേക്ക് ടെസ്റ്റ് സമ്പ്രദായം കൊണ്ടുവന്നതിനെതിരെയാണ് നമ്മൾ ഇന്ന് സമരത്തിലേക്ക് ഇറക്കിയിരിക്കുന്നത്. പൂർണ്ണമായിട്ട് പിൻവലിച്ചു. ഇപ്പോൾ നിലവിലുണ്ടായിരുന്നത് പോലെ സ്ലോട്ടിൻ്റെ എണ്ണം വർദ്ധിപ്പിച്ചുകൊണ്ട് ബാക്കി കാര്യങ്ങൾ നമ്മളെ ഒരിക്കലും CITU കാലാനുസൃതമായ മാറ്റങ്ങൾക്ക് എതിരല്ല. പക്ഷേ ആ കാലാനുസൃതമായ മാറ്റങ്ങൾ വരുത്തുന്നതോട് അതിൻ്റെ ഭൗതിക സാഹചര്യങ്ങൾ ഒരുക്കിക്കൊണ്ടായിരിക്കണം. അല്ലാതെ ഭൗതിക സാഹചര്യങ്ങൾ ഒരുക്കാതെ ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചുകൊണ്ട് നാളെ മുതൽ ഇന്നമാതിരി ചെയ്യണമെന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരിക്കലും അത് അംഗീകരിക്കാൻ പറ്റാത്തൊരു ഇതാണ്. അതുകൊണ്ടാണ് CITU ശക്തമായിട്ട് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള എല്ലാ ടെസ്റ്റ് ഗ്രൗണ്ടുകളിലും ഇത്തരത്തിൽ സമരം നടക്കുകയും ചെയ്യുന്നത്. കാറ്റാടി കുമാരൻ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് PV ശ്രീജിത്ത് അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി HG ഗുരുപ്രസാദ് സ്വാഗതം പറഞ്ഞു. K ദാസൻ, RR മനോഹർ, TK വിനോദ്, VK സ്മിത, MV സന്ധ്യ, PV സുനിത, P ഗിരികൃഷ്ണൻ, K ഉണ്ണിനായർ എന്നിവർ സംസാരിച്ചു. വെള്ളരിക്കുണ്ടിൽ KL 79 ഡ്രൈവിംഗ് സ്കൂൾ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ വെള്ളരിക്കുണ്ട് പുലിയംകുളം ഗ്രൗണ്ടിൽ നടന്ന പ്രതിഷേധം സന്തോഷ് സൗമ്യ ഉദ്ഘാടനം ചെയ്തു. കാസർഗോഡ് ഗ്രൗണ്ടിൽ ഡ്രൈവിംഗ് ടെസ്റ്റുകൾ അനിശ്ചിതകാലത്തേക്ക് മോട്ടോർ വാഹന വകുപ്പ് നിർത്തിവെച്ചിരുന്നു. COVID-19 മൂലമെന്ന വിചിത്ര കാരണം പറഞ്ഞാണ് മോട്ടോർ വാഹന വകുപ്പ് പഠിതാക്കൾക്ക് ഇത്തരത്തിൽ അറിയിപ്പ് നൽകിയത്. ഈ ഉത്തരവിനെതിരെയും പ്രതിഷേധമുയർന്നു. കാഞ്ഞങ്ങാടും വെള്ളരിക്കുണ്ടിലും പ്രതിഷേധത്തെ തുടർന്ന് ഡ്രൈവിംഗ് ടെസ്റ്റുകൾ തടസ്സപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാസർഗോഡ് ഗ്രൗണ്ടിൽ ഡ്രൈവിംഗ് ടെസ്റ്റുകൾ അനിശ്ചിതകാലത്തേക്ക് നിർത്തിവെച്ചതിനുള്ള വിശദീകരണവുമായി RTO. COVID-19 മൂലമെന്ന വിചിത്ര കാരണമാണ് നേരത്തെ മോട്ടോർ വാഹന വകുപ്പ് പറഞ്ഞിരുന്നത്. എന്നാൽ COVID-19 മൂലമെന്ന SMS വന്നത് സാങ്കേതിക പിഴവാണെന്ന് RTO വിശദീകരിച്ചു. കാസർഗോഡ് ഗ്രൗണ്ടിൽ ഡ്രൈവിംഗ് ടെസ്റ്റുകൾ അനിശ്ചിതകാലത്തേക്ക് നിർത്തിവെച്ചിരിക്കുകയാണ്. ഇതിന് കാരണമായി COVID-19 മൂലമെന്ന വിചിത്ര അറിയിപ്പ് നൽകിയാണ് മോട്ടോർ വാഹന വകുപ്പ് വിശദീകരണ സന്ദേശം അയച്ചത്. ഇതാണിപ്പോൾ സാങ്കേതിക പിഴവെന്ന് RTO തിരുത്തിയിരിക്കുന്നത്.
COVID-19 മൂലമെന്ന SMS വന്നത് സാങ്കേതിക പിഴവാണെന്ന് RTO വിശദീകരിക്കുന്നു. ടെസ്റ്റ് ഗ്രൗണ്ടിൽ സംവിധാനങ്ങൾ ഒരുക്കുവാനുള്ള കാലതാമസമാണ് ടെസ്റ്റുകൾ റദ്ദാക്കുവാൻ കാരണമെന്നും മോട്ടോർ വാഹന വകുപ്പ് പറയുന്നു. സംസ്ഥാനത്ത് ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണത്തിനെതിരായ പ്രതിഷേധം തുടരുന്നതിനിടയിലാണ് കാസർഗോട്ട് COVID-19 മൂലമെന്ന വിചിത്ര കാരണം പറഞ്ഞ് ഡ്രൈവിംഗ് ടെസ്റ്റുകൾ അനിശ്ചിതകാലത്തേക്ക് നിർത്തിവെച്ച് മോട്ടോർ വാഹന വകുപ്പ് ഇത്തരമൊരു അറിയിപ്പ് അയച്ചത്. അതേസമയം സംസ്ഥാനത്ത് ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണം ഇന്നു മുതൽ നടത്തുമെന്നായിരുന്നു പ്രഖ്യാപനം. എന്നാൽ എവിടെയും ഇന്ന് ടെസ്റ്റുകൾ നടന്നിട്ടില്ല. എല്ലായിടത്തും ഡ്രൈവിംഗ് ടെസ്റ്റിനെതിരെ CITയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം തുടരുകയാണ്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. പയ്യന്നൂർ കാനായി മണിയറയിൽ കോൺഗ്രസ് പ്രവർത്തകനായ കോളേജ് അധ്യാപകന് നേരെ അക്രമം. മണിയറ സ്വദേശിയും മാടായി കോളേജിലെ കൊമേഴ്സ് വിഭാഗം അധ്യാപകനുമായ P. രജിത് കുമാറിനെയാണ് കഴിഞ്ഞ ദിവസം രാത്രി ഒരു സംഘം മർദ്ദിച്ചത്. അക്രമത്തിന് പിന്നിൽ CPM ആണെന്ന് കോൺഗ്രസ് ആരോപിച്ചു. കഴിഞ്ഞ ദിവസം രാത്രി 10 മണിയോടെയാണ് കോൺഗ്രസ് പ്രവർത്തകനും മണിയറ സ്വദേശിയും മാടായി കോളേജിലെ കൊമേഴ്സ് വിഭാഗം അധ്യാപകനും KPCTA സംസ്ഥാന കൗൺസിൽ അംഗവുമായ രജിത് കുമാറിനെതിരെ അക്രമമുണ്ടായത്. മണിയറ പൂമാല ഭഗവതി ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹി കൂടിയായ രജിത് കുമാർ ക്ഷേത്രത്തിൽ നിന്നും രാത്രി 10 മണിയോടെ വീട്ടിലേക്ക് ബൈക്കിൽ പോകുമ്പോഴായിരുന്നു ഒരു സംഘം ആളുകൾ തടഞ്ഞു നിർത്തി മർദ്ദിച്ചത്. പരിക്കേറ്റ രജിത് കുമാറിനെ പയ്യന്നൂർ പ്രിയദർശിനി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. അക്രമത്തിന് പിന്നിൽ CPM ആണെന്ന് കോൺഗ്രസ് ആരോപിച്ചു. ബൂത്തിനകത്ത് കയറി കള്ളവോട്ട് തടയാൻ ഇരുന്ന ഏജന്റുമാരെ വ്യാപകമായി ആക്രമിച്ചു. അതുകൂടാതെ ഇന്നലെ കോളേജ് അധ്യാപകനായ രജിത്ത് മാഷെ രാത്രി വീട്ടിലേക്ക് പോകുമ്പോൾ ഒരു സംഘം മാർക്സിസ്റ്റുകാർ പതിയിരുന്ന് ആക്രമിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചു. കാരണം ആദ്യം 2 ആൾ വന്നു, അദ്ദേഹത്തെ വണ്ടി തടഞ്ഞു നിർത്തി. ബാക്കിയുള്ളവർ ഓടി വന്ന് കമ്പി വെടി കൊണ്ട് അടിച്ചു കൊല്ലടാ എന്ന് നിർദ്ദേശിക്കുകയും ഒരാൾ അടിക്കുകയും ചെയ്തു. അപ്പോൾ അടിച്ചു കൊല്ലാനാണ് ശ്രമിച്ചത്. വ്യാപകമായി പയ്യന്നൂർ പരിസരത്തും CPM-കാർ, അതുപോലെ അശോകൻ്റെ വണ്ടി, പുറത്തു നിർത്തിയിരുന്ന വണ്ടി എല്ലാം ആക്രമിച്ച് നശിപ്പിച്ചു. തിരഞ്ഞെടുപ്പിന് ശേഷവും കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെ വ്യാപകമായ അക്രമമാണ് CPM അഴിച്ചുവിടുന്നതെന്നും ഇതിനെതിരെ ശക്തമായ പ്രതികരണമുണ്ടാകുമെന്നും കോൺഗ്രസ് നേതാക്കൾ പറയുന്നു. പരാജയ വിധി കൊണ്ട് മാർക്സിസ്റ്റ് പാർട്ടി അക്രമം അഴിച്ചുവിടുന്നത് ഇങ്ങനെയുള്ള അക്രമം ആണ് തുടരുന്നതെങ്കിൽ ശക്തമായി പ്രതികരിക്കാൻ UDF പ്രവർത്തകർ, കോൺഗ്രസ് പ്രവർത്തകർ തയ്യാറാകുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. സംഭവത്തിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. തളങ്കര മുസ്ലിം വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS യൂണിറ്റിന്റെ നേതൃത്വത്തിൽ PTA സഹായത്തോടെ സ്കൂളിൽ കൃഷി ചെയ്ത ഫലവർഗ്ഗങ്ങളും പച്ചക്കറികളും വിൽപ്പന നടത്തി. പൂർണ്ണമായും ജൈവ രീതിയിൽ കൃഷി ചെയ്ത പഴങ്ങളും പച്ചക്കറികളുമാണ് വിപണനം ചെയ്തത്. തളങ്കര മുസ്ലിം വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS യൂണിറ്റിന്റെ നേതൃത്വത്തിൽ PTA സഹായത്തോടെ സ്കൂളിൽ മാമ്പഴം, ചിക്കു, പേരക്ക, കൈതച്ചക്ക, പപ്പായ തുടങ്ങിയ ഫലങ്ങളും ഒപ്പം വിവിധ പച്ചക്കറികളുമാണ് കൃഷി ചെയ്തത്. യാതൊരു തരത്തിലുള്ള രാസവളങ്ങളോ കീടനാശിനിയോ തളിക്കാതെയാണ് പഴങ്ങളും പച്ചക്കറികളും കൃഷി ചെയ്തത്. ഈ ഫലവർഗ്ഗങ്ങളും പച്ചക്കറികളും വിൽപ്പന നടത്തി. ആദ്യമായിട്ടാണ് ഞങ്ങൾ PTA സഹകരണത്തോട് ഞാൻ ചെയ്യുന്നത്. അവരുടെ ഒരു ഐഡിയ ആയിരുന്നു ഇത് ഇങ്ങനെ ചെയ്യാന്നുള്ളത്. അപ്പോൾ അവരെ ഞങ്ങളെയും കൂടി വിളിച്ചു ഇങ്ങനെ ഒരു സംരംഭത്തിന് ഭാഗമാവാൻ. വളരെ സന്തോഷം. കാരണം ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു പ്രോഗ്രാമും പിന്നെ ജനങ്ങൾക്ക് തുച്ഛമായ വിലക്ക് നമുക്ക് നല്ല ഫ്രൂട്ട്സ്, വിഷമൊന്നും ഇല്ലാത്ത ഫ്രൂട്ട്സ് കൊടുക്കാൻ പറ്റുന്നു എന്നുള്ളത് അതിനേക്കാളും സന്തോഷം. സാധാരണ നമ്മൾ മൊത്തത്തിൽ അങ്ങനെ കൊടുക്കുന്ന ഒരു പതിവ് നിർത്തിയിട്ട് കുട്ടികളുടെ സിലബസിൻ്റെ ഭാഗമാണ് ഒരു കച്ചവടം ചെയ്യലാണ്. കുട്ടികൾക്ക് ഒരു 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 മോട്ടിവേഷൻ എന്ന രീതിയിൽ, കുട്ടികൾക്കൊരു പുതിയൊരു അറിവ് എന്ന നിലയിൽ ബിസിനസ് ചെയ്യാൻ വേണ്ടിയിട്ട് വിദ്യാർത്ഥികൾ സ്കൂളിൽ ഉൽപ്പാദിപ്പിച്ച മാങ്ങ, മറ്റേ പപ്പായ, പഴവർഗ്ഗങ്ങൾ വിൽപ്പന നടത്തി. ഇതൊരു മാതൃകയാണ്, മറ്റുള്ള സ്കൂളിന് ഒരു മാതൃകയായി മാറി. ഇത്തരം സംരംഭങ്ങൾ ഇനി മറ്റുള്ള സ്ഥലങ്ങളിൽ തുടങ്ങുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പ്രധാനമായും പറയുകയാണെങ്കിൽ വിഷം ഇല്ലാത്ത മാങ്ങകൾ ടൗണിൽ കുറവാണ്. ഇതൊക്കെ ഇട്ട് കാർബോഹൈഡ്രേറ്റ് ഒക്കെ ഇട്ടിട്ട് കുഴപ്പിക്കുന്ന മാങ്ങ ഇത് നാച്ചുറലായിട്ടുള്ളതാണ്. ഇന്നലെ നമ്മളൊരാൾ വിളിച്ച് പറപ്പിച്ചു, ഇന്ന് കൊടുക്കുന്നു. അതാണ് ഏറ്റവും അതിൻ്റെ നാട്ടുകാർക്ക്. പിന്നെ ഇത് പണ്ട് നട്ട നല്ല മനുഷ്യർ ഉണ്ടാക്കിയ ഒരു മാവാണ്. അതിൻ്റെ മാങ്ങ നമ്മൾ ഇതിലത്തെ നാട്ടുകാർക്ക് തന്നെ കൊടുക്കുന്നു. അതിൻ്റെ
കിട്ടുന്ന ലാഭം PTA ഫണ്ടിലേക്ക് ഏൽപ്പിക്കും. PTA അത് നല്ല രീതിയിൽ വേണ്ടി ഉപയോഗിക്കും. PTA പ്രസിഡന്റ് നൌഫൽ തായൽ, വൈസ് പ്രസിഡന്റ് ബദ്രുദ്ദീൻ, NSS പ്രോഗ്രാം ഓഫീസർ അബൂബക്കർ കുഞ്ഞി, NSS ലീഡർ ഫാത്തിമ ഷൈമ, ബഷീർ KM, ബഷീർ വോളിബോൾ, ഡോക്ടർ ഫിയാസ്, മജീദ് പള്ളിക്കാൽ, മുസ്താഖ് പള്ളിക്കാൽ, മുസ്തഫ CM, കബീർ PM, ബഷീർ കാർവാർ, അഷ്റഫ് KS, ഷാഹിദ അഷ്റഫ്, സമീർ, സുഹറ എന്നിവരുടെയും മറ്റ് NSS വളണ്ടിയർമാരുടെയും സാന്നിധ്യമുണ്ടായിരുന്നു. വൃദ്ധസദന സന്ദർശനം, ശിശുക്ഷേമ പ്രവർത്തനങ്ങൾ, ആരോഗ്യപരമായി ബന്ധപ്പെട്ട രക്തദാന ക്യാമ്പ് പോലെയുള്ള പ്രവർത്തനങ്ങളുമായി സമൂഹവുമായി ഇണങ്ങി സജീവമായി പ്രവർത്തിക്കുന്ന യൂണിറ്റാണ് തളങ്കര മുസ്ലിം വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS 450 യൂണിറ്റ്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. മുസ്ലിം ലീഗ് തൃക്കരിപ്പൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള ഹജ്ജ് സെൽ വർഷങ്ങളായി നടത്തിവരുന്ന ഹജ്ജ് ക്യാമ്പ് മെയ് 4 നടക്കും. വടക്കുംപാട് ഖിദ്മത്തുൽ ഇസ്ലാം ജമാഅത്ത് കമ്മിറ്റിയുമായി സഹകരിച്ച് നടക്കുന്ന ക്യാമ്പ് മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് കല്ലട്ര മാഹിൻ ഹാജി ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി മുഖാന്തിരം പരിശുദ്ധ ഹജ്ജ് കർമ്മം നിർവഹിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടുന്ന അപേക്ഷാ സമർപ്പണം മുതൽ തിരിച്ചെത്തുന്നത് വരെയുള്ള എല്ലാ സഹായങ്ങളും മാർഗനിർദ്ദേശ ക്ലാസുകളും നടത്തി പരിചിതരായ മുസ്ലിം ലീഗ് ഹജ്ജ് ഹെൽപ്പ് ഡെസ്ക് സംസ്ഥാന തലത്തിൽ തന്നെ ശ്രദ്ധേയമാണ്. ചിലപ്പോഴെങ്കിലും ഹജ്ജാജിമാരുടെ അറിവില്ലായ്മ ചൂഷണം ചെയ്യപ്പെടുന്ന ഘട്ടത്തിൽ അവയ്ക്ക് തടയിടുവാൻ തൃക്കരിപ്പൂർ ഹജ്ജ് സെൽ സേവനം വഴി കഴിഞ്ഞിട്ടുണ്ടെന്ന് ഹജ്ജാജിമാർ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നുമുണ്ട്. കാസർഗോഡ്, കണ്ണൂർ ജില്ലകളിൽ നിന്നായി 300-ൽ പരം ഹാജി ഹജ്ജുമ്മമാർ ഉൾപ്പെടെ 700 പേർ ക്യാമ്പിൽ പങ്കെടുക്കുമെന്ന് ഹജ്ജ് സെൽ ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. മെയ് 4 രാവിലെ 9 മണിക്ക് വടക്കുംപാട് ഖിദ്മത്തുൽ ഇസ്ലാം ജുമാ മസ്ജിദ് ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന ക്യാമ്പിൻ്റെ ഉദ്ഘാടനം മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് കല്ലട്ര മാഹിൻ ഹാജി നിർവഹിക്കും. സമസ്ത കേരള ജമിയത്തുൽ ഉലമ ട്രഷറർ കൊയ്യോട് ഉമർ മൗലവി ഹജ്ജ് ക്ലാസ്സിന് നേതൃത്വം നൽകും. ഡോക്ടർ അഹമ്മദ് നിസാർ ഹജ്ജും ആരോഗ്യവും എന്ന വിഷയത്തിൽ ക്ലാസ് എടുക്കും. സയ്യിദ് അൽ മഷ്ഹൂർ ഉമർ കോയ തങ്ങൾ കൂട്ടുപ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകും. മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറി AGC ബഷീർ ആമുഖ പ്രഭാഷണം നടത്തും. ഞങ്ങളുടെ ഹജ്ജ് ക്യാമ്പും ഹെൽപ്പ് ഡെസ്കും എല്ലാം സൗജന്യമാണ്. എല്ലാ സേവനങ്ങളും സൗജന്യമാണ്. തൃക്കരിപ്പൂരിലെ IUML ഹജ്ജ് ഹെൽപ്പ് ഡെസ്കിൽ കൊടുത്ത ഒരു അപേക്ഷയും അത് നിരസിക്കാറില്ല. കാരണം അപാരങ്ങൾ നിരസിക്കാറില്ല. അത്രമാത്രം സൂക്ഷ്മതയോടു കൂടിയാണ് ഞങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്തത്. മുസ്ലിം ലീഗ് തൃക്കരിപ്പൂർ മണ്ഡലം ജനറൽ സെക്രട്ടറി സത്താർ വടക്കുംപാട്, പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി VV അബ്ദുല്ല ഹാജി, സംഘാടക സമിതി ചെയർമാൻ VPM സുലൈമാൻ, കൺവീനർ KM കുഞ്ഞി, C അലിയസ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. മഞ്ചേശ്വരം ഗ്രാമപഞ്ചായത്തിലെ തീരപ്രദേശങ്ങളായ കണ്ണുതീർത്ത, കുണ്ടുകൊളക്കെ, കടപ്പുറം എന്നീ 3 കേന്ദ്രങ്ങളിലായി ശുചീകരണം നടന്നു. ജനപ്രതിനിധികൾ, സംഘടനാ പ്രതിനിധികൾ തുടങ്ങിയവർ ശുചീകരണത്തിന് നേതൃത്വം നൽകി. മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട് കേരള ഹൈക്കോടതിയിൽ നിലവിലുള്ള കേസിൻ്റെ ഇടക്കാല ഉത്തരവിൽ കടൽ തീരമുള്ള പഞ്ചായത്തുകളിലെ തീരപ്രദേശങ്ങൾ ശുചീകരിക്കുന്നതിൻ്റെ ഭാഗമായി മഞ്ചേശ്വരം ഗ്രാമപഞ്ചായത്തിലെ തീരപ്രദേശങ്ങളായ കണ്ണുതീർത്ത, കുണ്ടുകൊളക്കെ, കടപ്പുറം എന്നീ 3 കേന്ദ്രങ്ങളിലായി ശുചീകരണം നടന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജീൻ ലവീന മൊന്തേരോ, വൈസ് പ്രസിഡന്റ് മുഹമ്മദ് സിദ്ദിഖ്, പഞ്ചായത്ത് സെക്രട്ടറി സുധീർ, പഞ്ചായത്ത് മെമ്പർമാരായ വിനയ ഭാസ്കർ, ലക്ഷ്മണ, കുൽസുമ, റുബീന, ജയ്ബുന്നിസ, രേഖ, മുംതാസ് സമീറ, SYS മഞ്ചേശ്വരം, ജോൺ സാന്ത്വനം ടീം, SKSSF, മൽഹർ ദവ കോളേജ് സ്റ്റുഡൻസ്, യൂത്ത് കോൺഗ്രസ്, രാഷ്ട്രീയ സാംസ്കാരിക സംഘടനാ പ്രവർത്തകർ, ഫേമസ് ക്രിക്കറ്റ് ടീം ഹൊസബെട്ടു, ഹരിതകർമ്മസേന, കുടുംബശ്രീ, ആശാവർക്കർമാർ, പഞ്ചായത്ത് ഉദ്യോഗസ്ഥർ, മാലിന്യം കൊണ്ടുപോകുന്ന ഗ്രീൻ വേംസ് കമ്പനി പ്രതിനിധി എന്നിവർ ശുചീകരണ പ്രവൃത്തിയിൽ പങ്കെടുത്തു. മറ്റ് പഞ്ചായത്തുകളെ അപേക്ഷിച്ച് ധാരാളം മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്ന ഒരു ബ്ലോക്കാണ് മഞ്ചേശ്വരം ബ്ലോക്ക്. അതിനാലാണ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ക്ലീനപ്പ് ഡ്രൈവുകൾ നടത്തേണ്ടി വരുന്നത്. അപ്പം ജനങ്ങൾക്ക് വേണ്ടത്ര ബോധവൽക്കരണ ക്ലാസ്സുകളും ബോധവൽക്കരണ പരിപാടികളും നടത്തിയെങ്കിലും അതിൻ്റെ ഫലം പകുതി പോലും ലഭിച്ചിട്ടില്ല നാളിതുവരെ. അതിൻ്റെ ഫലമായിട്ടാണ് ഇങ്ങനെ പൊതുസ്ഥലങ്ങളിലും മറ്റും മാലിന്യങ്ങൾ നിക്ഷേപിക്കുകയും അത് പഞ്ചായത്തിൻ്റെ ചുമതലയായതുകൊണ്ട് പഞ്ചായത്ത് നിരന്തരം വേസ്റ്റ് നീക്കം ചെയ്യുന്ന നടപടികൾ ചെയ്യുകയും ചെയ്യുന്നു. അതിനായി ലക്ഷങ്ങളാണ് പഞ്ചായത്ത് ചിലവഴിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ജനങ്ങളുടെ മനോഭാവത്തിലുണ്ടാകുന്ന ഒരു മാറ്റത്തിലൂടെ മാത്രമേ മഞ്ചേശ്വരം ഗ്രാമപഞ്ചായത്തിലെ മാലിന്യ സംസ്കരണ പ്രവർത്തനങ്ങളിൽ കാതലായ ഒരു മാറ്റം കൊണ്ടുവരാൻ കഴിയൂ.
അബ്ദുൽ-റഹ്മാൻ ഉദ്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. ആസ്ക് ആലമ്പാടിയുടെ ആഭിമുഖ്യത്തിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. ക്യാമ്പ് നിരവധി പേർക്ക് ആശ്വാസമായി മാറി. ആസ്ക് ആലമ്പാടിയും കാസർഗോഡ് ഡയാലൈഫ് ഹോസ്പിറ്റലിൻ്റെയും നെഹ്റു യുവകേന്ദ്രയുടെയും സംയുക്താഭിമുഖ്യത്തിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. ക്യാമ്പിൽ 140-ൽ പരം രോഗികളെ പരിശോധിച്ചു. വിദഗ്ധരായ ഡോക്ടർമാർ ക്യാമ്പിന് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ചീമേനി വിഷ്ണുമൂർത്തി ക്ഷേത്രത്തിൽ ശ്രീകോവിൽ സമർപ്പണം നടത്തി. പിത്തള പൊതിഞ്ഞ് അലങ്കരിച്ച ശ്രീകോവിൽ ക്ഷേത്രം തന്ത്രി കോറം കാരഭട്ടതിരി ഇല്ലത്ത് നാരായണൻ നമ്പൂതിരി ക്ഷേത്രത്തിന് സമർപ്പിച്ചു. മെയ് 4 മുതൽ 15 വരെയാണ് ചീമേനി വിഷ്ണുമൂർത്തി ക്ഷേത്രത്തിൽ കളിയാട്ട മഹോത്സവം നടക്കുന്നത്. കളിയാട്ടത്തിന് മുന്നോടിയായി ക്ഷേത്രത്തിൽ പിത്തള പൊതിഞ്ഞ് അലങ്കരിച്ച ശ്രീകോവിലിൻ്റെ സമർപ്പണം നടന്നു. ഭക്തിനിർഭരമായ അന്തരീക്ഷത്തിൽ ക്ഷേത്രം തന്ത്രി കോറം കാരഭട്ടതിരി ഇല്ലത്ത് നാരായണൻ നമ്പൂതിരി ശ്രീകോവിലിൻ്റെ സമർപ്പണ ചടങ്ങ് നിർവഹിച്ചു. ക്ഷേത്ര സങ്കല്പങ്ങളും ക്ഷേത്രകലകളും ഒത്തുചേരുന്ന രീതിയിലാണ് ശ്രീകോവിലിൻ്റെ അലങ്കാര പ്രവൃത്തികൾ നടത്തിയിട്ടുള്ളത്. ശില്പി മോഹനൻ മാവുങ്കാൽ, സഹായികളായ മനേഷ് മൊട്ടമ്മൽ, സുജിത് കുമാർ കണ്ണാടിപ്പാറ, ശേഖരൻ മൂശാരി കോവൽ, അജിത്ത് കാവുന്താഴ എന്നിവർ ചേർന്ന് 4 മാസം കൊണ്ടാണ് ശ്രീകോവിലിൻ്റെ പ്രവൃത്തികൾ പൂർത്തീകരിച്ചത്. ഭക്തിസാന്ദ്രമായ ചടങ്ങിൽ ക്ഷേത്രം പ്രസിഡന്റ് കെ മാധവൻ, സെക്രട്ടറി കെ നാണുകുട്ടൻ, ട്രഷറർ കെ അരവിന്ദാക്ഷൻ, ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികളായ കൂത്തൂർ സുരേന്ദ്രൻ, പിലാങ്കു കുഞ്ഞമ്പു, കക്കാട്ട് രാമൻ, കെ ടി സുരേന്ദ്രൻ, വിജേഷ് പലേരി, കുത്തൂർ പ്രഭാകരൻ, ക്ഷേത്രം സ്ഥാനികർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. ഡ്രൈവിംഗ് സ്കൂൾ മേഖലയെ സംരക്ഷിക്കണമെന്നും അശാസ്ത്രീയമായ ഡ്രൈവിംഗ് ടെസ്റ്റ് പിൻവലിക്കണമെന്നും ആവശ്യം. ഓൾ കേരള ഡ്രൈവിംഗ് സ്കൂൾ വർക്കേഴ്സ് യൂണിയൻ കാസർഗോഡ് ജില്ലാ കമ്മിറ്റി പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. ഡ്രൈവിംഗ് സ്കൂൾ മേഖലയെ സംരക്ഷിക്കുക, അശാസ്ത്രീയമായ ഡ്രൈവിംഗ് ടെസ്റ്റ് പിൻവലിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു ഓൾ കേരള ഡ്രൈവിംഗ് സ്കൂൾ വർക്കേഴ്സ് യൂണിയൻ കാസർഗോഡ് ജില്ലാ കമ്മിറ്റി പ്രതിഷേധം സംഘടിപ്പിച്ചത്. കാറ്റാടി കുമാരൻ പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്തു. ഇപ്പോൾ പറയുന്നത് ഒരു ദിവസം 60 ടെസ്റ്റ് മാത്രമേ നടത്താൻ വേണ്ടി പാടുള്ളൂ. പുതുതായി നടത്തുന്നത് 40. കഴിഞ്ഞ ടെസ്റ്റുകളിൽ പരാജയപ്പെട്ടത് 20 ഈ രീതിയിൽ ഒരു ദിവസം 60 ടെസ്റ്റ് മാത്രമേ നടത്താൻ വേണ്ടി പാടുള്ളൂ എന്നാണ് നിബന്ധന. ജില്ലാ സെക്രട്ടറി HG ഗുരുപ്രസാദ് സ്വാഗതം പറഞ്ഞു. ജില്ലാ പ്രസിഡന്റ് PV ശ്രീജിത്ത് അധ്യക്ഷത വഹിച്ചു. P ഗിരികൃഷ്ണൻ, K ഉണ്ണിനായർ എന്നിവർ സംസാരിച്ചു. K ദാസൻ, RR മനോഹർ, TK വിനോദ്, VK സ്മിത, MV സന്ധ്യ, PV സുനിത എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. മാവുങ്കാൽ മേലടുക്കം ലൂർദ് മാതാ ദേവാലയത്തിലെ തിരുനാൾ മഹോത്സവത്തിന് തുടക്കമായി. തിരുനാൾ കൊടിയേറ്റം നടന്നു. മാവുങ്കാൽ മേലടുക്കം ലൂർദ് മാതാ ദേവാലയത്തിലെ തിരുനാൾ മഹോത്സവത്തിനും രജത ജൂബിലി ആഘോഷങ്ങളുടെ സമാപനത്തിനും നവീകരിച്ച ദേവാലയത്തിന്റെ വെഞ്ചരിപ്പ് കർമ്മത്തിനും തുടക്കമായി. മെയ് 1 മുതൽ 6 വരെ തീയതികളിലായാണ് തിരുനാൾ മഹോത്സവവും രജത ജൂബിലി ആഘോഷങ്ങളുടെ സമാപനവും നവീകരിച്ച ദേവാലയത്തിന്റെ വെഞ്ചരിപ്പ് കർമ്മവും നടക്കുന്നത്. തിരുനാൾ മഹോത്സവത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് തിരുനാൾ കൊടിയേറ്റം നടന്നു. റവറൻഡ് ഫാദർ പീറ്റർ പാറേക്കാട്ടിൽ, റവറൻഡ് ഫാദർ ബെന്നി വലിയ വീട്ടിൽ എന്നിവരുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടന്നത്. സെന്റ് ആന്റണീസ് യൂണിറ്റ് നേതൃത്വം നൽകി. മെയ് 3 ദിവ്യബലി നടക്കും. മെയ് 5 ജപമാല നടക്കും. മെയ് 6 ജപമാല, ദിവ്യബലി, തുടർന്ന് കൊടിയിറക്കം. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. അള്ളട സ്വരൂപനായ ശ്രീ മടിയൻകൂലം ക്ഷേത്രപാലകന്റെ അധീനതയിൽ വരുന്ന മടിയൻ കൂളിക്കാട് തൂവക്കാളിക്കാവ് പ്രതിഷ്ഠാദിനം ഭക്തിയുടെ നിറവിൽ നടന്നു. അള്ളട സ്വരൂപനായ ശ്രീ മടിയൻകൂലം ക്ഷേത്രപാലകന്റെ അധീനതയിൽ വരുന്ന മടിയൻ കൂളിക്കാട് തൂവക്കാളിക്കാവ് പ്രതിഷ്ഠാദിനം ഭക്തിയുടെ നിറവിൽ നടന്നു. തന്ത്രി വാരിക്കാട്ട് സുബ്രഹ്മണ്യ തായരുടെ കാർമ്മികത്വത്തിലാണ് പ്രതിഷ്ഠാ ചടങ്ങുകൾ നടന്നത്. ഉത്സവത്തിന്റെ ഭാഗമായി നടത്തിയ സമ്മാന കൂപ്പണിന്റെ നറുക്കെടുപ്പും നടന്നു. നിരവധി ആളുകൾ ചടങ്ങിൽ പങ്കെടുക്കുവാനായി എത്തി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണത്തിനെതിരെ കാസർഗോട്ടും പ്രതിഷേധം ശക്തം. ജില്ലയിലെ വിവിധയിടങ്ങളിലെ ഡ്രൈവിംഗ് ടെസ്റ്റ് ഗ്രൗണ്ടുകളിൽ പ്രതിഷേധ പ്രകടനം നടത്തി. കരിദിനവും ആചരിച്ചു.
കാസർഗോഡ് ഗ്രൗണ്ടിൽ COVID-19 മൂലമെന്ന വിചിത്ര കാരണം പറഞ്ഞ് ഡ്രൈവിംഗ് ടെസ്റ്റുകൾ അനിശ്ചിതകാലത്തേക്ക് നിർത്തിവെച്ചതിൽ വിശദീകരണവുമായി RTO. SMS വന്നത് സാങ്കേതിക പിഴവെന്നാണ് വിശദീകരണം. പയ്യന്നൂർ കാനായി മണിയറയിൽ കോൺഗ്രസ് പ്രവർത്തകനായ കോളേജ് അധ്യാപകന് നേരെ അക്രമം. മണിയറ സ്വദേശി P. രജിത് കുമാറിനെയാണ് കഴിഞ്ഞ ദിവസം രാത്രി ഒരു സംഘം മർദ്ദിച്ചത്. തളങ്കര സ്കൂളിലെ NSS യൂണിറ്റ് PTA സഹായത്തോടെ കൃഷി ചെയ്ത ഫലവർഗ്ഗങ്ങളും പച്ചക്കറികളും വിൽപ്പന നടത്തി. ജൈവ രീതിയിൽ കൃഷി ചെയ്ത പഴങ്ങളും പച്ചക്കറികളുമാണ് വിപണനം നടത്തിയത്. മുസ്ലിം ലീഗ് തൃക്കരിപ്പൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള ഹജ്ജ് സെൽ വർഷങ്ങളായി നടത്തിവരുന്ന ഹജ്ജ് ക്യാമ്പ് മെയ് 4 നടക്കും. കല്ലട്ര മാഹിൻ ഹാജി ഉദ്ഘാടനം ചെയ്യും. മഞ്ചേശ്വരം ഗ്രാമപഞ്ചായത്തിലെ തീരപ്രദേശങ്ങളിൽ ശുചീകരണം നടന്നു. ജനപ്രതിനിധികൾ, സംഘടനാ പ്രതിനിധികൾ തുടങ്ങിയവർ നേതൃത്വം നൽകി. ഇതോടുകൂടി ഈ ന്യൂസ് ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.